ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 ഇംഗ്ലീഷ് 8ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ ആദ്യം തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതൊന്ന് ആദ്യം വായിക്കാം. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had then applied to do PhD at Cambridge and was accepted on the condition he got a first from Oxford. Hawking was confident that he could get through successfully, but as examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. Faced with a borderline result, the examiner summoned Hawking for an interview and questioned him about his plans. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famous among his friends. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. He got his first and went to Cambridge. His first year at Cambridge was worse than that at Oxford. His slipshod mathematical background caught up with him, and he found general relativity extremely tough. Another far more disastrous problem arose then. During his third year at Oxford, Hawking started getting clumsy. He had fallen once or twice for no apparent reason. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പാരഗ്രാഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ഇയർ കഴിയാറായപ്പോഴേക്കും ഹോക്കിംഗ് ഓൾമോസ്റ്റ് ഒരു ഫ്ലൗണ്ടേർഡ് ഡിസാസ്ട്രസ് രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തിയറിറ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി. അത് കഴിഞ്ഞതിന് ശേഷം ക്യാംബ്രിഡ്ജിലൊരു PhDക്ക് വേണ്ടി അദ്ദേഹം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു PhD അക്സെപ്റ്റ് ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ അവർ മുന്നോട്ട് വെച്ചു. ഓക്സ്ഫോർഡിൽ നിന്നും ഫസ്റ്റ് റാങ്ക് ആയിരിക്കണം അദ്ദേഹത്തിന് ലഭിക്കേണ്ടത്. അപ്പോൾ ഹോക്കിങ്ങിന് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ദാറ്റ് ഹീ കുഡ് ഗെറ്റ് ദിസ് ഫസ്റ്റ്. പക്ഷേ എക്സാമിനേഷൻ അടുത്തപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഫെയിൽ ആവുകയും റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിലുള്ള ഒരു ബോർഡർ ലൈൻ മാർക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ എക്സാമിനേഴ്സ് ഹോക്കിങ്ങിനെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി, ഭാവി കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ഹോക്കിങ്ങിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹീസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്, ആ ഒരു വിറ്റിൻ്റെ ഒരു കഴിവ് അദ്ദേഹം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ക്യാംബ്രിഡ്ജിലേക്ക് നീങ്ങും, സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ ആയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ സോ ഐ എക്സ്പെക്റ്റ് യു ടു ഗിവ് മി എ ഫസ്റ്റ്, നിങ്ങൾ എനിക്കൊരു ഫസ്റ്റ് തരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായിരുന്നു അദ്ദേഹം അവിടെ പറഞ്ഞ മറുപടി. അപ്പോൾ അത് കാരണം തന്നെ ഹി ഗോട്ട് എ ഫസ്റ്റ് ആൻഡ് അദ്ദേഹം ക്യാംബ്രിഡ്ജിലേക്ക് നീങ്ങി. പക്ഷേ ക്യാംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിൽ അദ്ദേഹം ഒരു 1.5 ഇയേഴ്സിൽ ഫേസ് ചെയ്തതിനേക്കാളും മോശമായിട്ടുള്ളൊരു ഫസ്റ്റ് ഇയർ ആയിരുന്നു ക്യാംബ്രിഡ്ജിൽ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, നമുക്കറിയാം മാത്തമാറ്റിക്സ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിർബന്ധം കാരണം അദ്ദേഹം മാത്സിനെ ഒരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കുകയും അദ്ദേഹം ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യാതെ ഇരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു സ്ലിപ്പ് ഷോട്ട് ബാക്ക്ഗ്രൗണ്ട് വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ജനറൽ റിലേറ്റിവിറ്റി വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് അദ്ദേഹത്തിന് തോന്നി. അത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നു വരികയാണ്. ദാറ്റ് വാസ് ഇൻ ദ തേർഡ് ഇയർ. ഓക്സ്ഫോർഡിലെ തേർഡ് ഇയറിലായിരുന്നു, തേർഡ് ഇയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രശ്നം അദ്ദേഹം നേരിട്ടത്. ഹീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി, അതായത് ഒരു ശ്രദ്ധയില്ലായ്മ അദ്ദേഹത്തിൽ വന്നു തുടങ്ങി. ക്ലംസി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ അദ്ദേഹത്തിന് വന്നു തുടങ്ങി. ആൻഡ് ഒരു കാരണവുമില്ലാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം നിലത്ത് വീഴുകയും അതുപോലെ തന്നെ ഷൂസിൻ്റെ ലേസ് ടൈ ചെയ്യാനും സംസാരിക്കാനും ഒരു ഡിഫിക്കൽട്ടിയൊക്കെ അദ്ദേഹം നേരിട്ട് തുടങ്ങി. ഇനി നമ്മൾ ബാക്കിയുള്ള ഇതുവരെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോവാണ് ദ സെക്കൻഡ് പാർട്ട്. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no non-cure. It caused a gradual disintegration of nerve cells in the spinal cord and the brain,
At first, he went into a deep depression. He did not know what ought to do or what his future would be like. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been very bored with life. They did not seem to be anything worth doing. But shortly after I came out of the hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. Hawking's doctors hoped that his condition would stabilize, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. 2 years passed. The progression of disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. Total disability and death. Those still a not too distant certainty were postponed. Hawking had his reprieve, a precarious and temporary one, but life was precious. ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അദ്ദേഹത്തിൻ്റെ 21ാമത്തെ ബർത്ത്ഡേ 1963 ആ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതോടുകൂടി തന്നെ ഒരു ഡിസീസായിട്ട് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഡിസീസായിട്ട് അദ്ദേഹം കോൺട്രാക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. ഈ ഒരു ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവൽ സിസ്റ്റമിൽ വരുന്ന ഒരു നാച്ചുറൽ ഡിസിൻറ്റഗ്രേഷൻ, ഒരു ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷനാണ് നമ്മുടെ സ്പൈനൽ കോഡിലും ബ്രെയിനിലുമുള്ള നെർവ് സെൽസിനാണ് ഈ ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം വന്നതോടുകൂടി അദ്ദേഹം ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്യുന്നു. അദ്ദേഹം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതായത് ലൈഫിൽ ഇനി അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല എന്നൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി അതുപോലെ തന്നെ ആ ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇനി എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നൊരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ്, ഹോക്കിങ്ങിന് ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഡ്രീം എപ്പോഴും വരുമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം എന്ന് ഹോക്കിങ്ങിന് വളരെ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മരിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തിട്ട് വേണം മരിക്കാൻ എന്നുള്ളൊരാഗ്രഹമായിരുന്നു ഹോക്കിങ്ങിനുണ്ടായിരുന്നത്. ഡോക്ടേഴ്സിനൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ദാറ്റ് ഹോക്കിങ്ങിൻ്റെ കണ്ടീഷൻ കുറച്ച് സ്റ്റെബിലൈസ് ആവുമെന്ന്. പക്ഷേ ഡിസീസ് വളരെ വേഗമായിരുന്നു, ആ ഒരു അസുഖം വളരെ വേഗമായിരുന്നു ഹോക്കിങ്ങിൻ്റെ ബോഡിയിൽ പ്രോഗ്രസ് കണ്ടെത്തിയിരുന്നത്, അഗ്രവേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഡോക്ടേഴ്സ് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. അതായത് 2 വർഷം കൂടിയേ ഹോക്കിങ്ങിന് ജീവിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. ഡിസീസിൻ്റെ പ്രോഗ്രഷൻ, അഗ്രവേഷൻ വളരെയധികം കുറഞ്ഞു. ആ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിന് വളരെയധികം കോൺഫിഡൻസ് നൽകിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അധികമൊന്നും ആലോചിക്കാതിരിക്കുകയും ചെയ്തു. ഹോക്കിങ് എപ്പോഴും പ്രസൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനാണ് ശ്രമിച്ചത്. ലൈഫ് പ്രഷ്യസ് ആണ് എന്ന് ഹോക്കിംഗ് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളൊരു ഗ്രാമർ പാർട്ട് എന്ന രീതിയിൽ കൊളോക്കേഷൻ എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. കൊളോക്കേഷൻ ഇസ് ദ വേ ഇൻ വിച്ച് സം വേർഡ്സ് ആർ യൂസ് ടുഗെദർ ഓർ ഇൻ എ കോമ്പിനേഷൻ. ഒരു കോമ്പിനേഷനിൽ ചില വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊളോക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചർ തന്നെ നമുക്ക് പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ ആയിരുന്നു ടൈമിൻ്റെ. സ്പെൻഡ് ടൈം, വേസ്റ്റ് ടൈം, ഹാവ് ടൈം, ജസ്റ്റ് ഇൻ ടൈം, ടേക്ക് യുവർ ടൈം. ഇതെല്ലാം നമ്മൾ വേർഡ്സിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു ടൈം എന്ന വാക്കിൻ്റെ ഒപ്പം തന്നെ ഓരോ വാക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മീനിങ്സ് കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ കൊളോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയും കൂടി ചെയ്തിരുന്നു. ആ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സക്സസിൻ്റെ ഇതുപോലുള്ള കൊളോക്കേഷൻസിനെ കുറിച്ചായിരുന്നു. Arun's teacher is talking about his merit and achievement to his parents while giving the end of term report. Imagine what the teacher would say and complete the sentences using suitable collocations from these given box above.
അപ്പോൾ അവിടെ ബോക്സിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൊരു എക്സസൈസ് ആണിത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് കുറേ കൊളോക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പാരഗ്രാഫും ഉണ്ട്. നമ്മൾ ആ പാരഗ്രാഫ് ഇതുപോലെ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. So, Arun has dash in maths this year. That made a breakthrough and our answer. Doing excellent work compared to last year. It is, of course, a dash remarkable achievement on his part. This year has seen a dash dramatic improvement in Arun's English. His dash crowning achievement is his performance in school's staging of Othello. He has found some effective ways of working with natural materials this year, and his self-portrait is a dash brilliant success. He is now able to dash enjoy the fruits of hard work. Playing for school cricket team has certainly dash brought out the best in him, and he is rightly dash won the respect of all his classmates. അപ്പോൾ ഞാനിവിടെ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു ഡാഷിൻ്റെ പാർട്സ്, അത് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സക്സസ് എന്നുള്ള ഒരു വാക്ക് തന്നെ പല രീതിയിൽ നമ്മൾ കൊളോക്കേഷൻസ് യൂസ് ചെയ്ത് കുറേ വാക്കുകളുടെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫ് എടുത്ത് എഴുതണം. ഇനി നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കടക്കുകയാണ്. So one question was given, easy ആണ്. How did tragedy strike Hawking after his 21st birthday? 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം ഹോക്കിങ്ങിന് നേരിടേണ്ടി വന്ന ട്രാജഡി എന്തായിരുന്നു? Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cell in the spinal cord and the brain. At first, he went into a deep depression. He did not know what he ought to do or what his future would be like. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയുള്ള ആൻസർ ആണ്. നമുക്കത് ഈസി ആയിട്ട് എടുത്ത് എഴുതാം. ഇതാണ് നമ്മൾക്ക് കിട്ടിയ അസൈൻമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.